നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രശ്നം വന്നിരുന്നതായിരുന്നു നീറ്റ് സുരക്ഷയുടെ എക്സാമിൻ്റെ പ്രശ്നവും ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ. ഇന്നലെയായിരുന്നു റീ എക്സാം നടന്നിരുന്നത്. ഭയങ്കര സെൻട്രൽ ഗവൺമെൻറ് ഭയങ്കര സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാമൊക്കെ ബാൻ ചെയ്തു. വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ ഇന്നലത്തെ എക്സാമിലും അവർക്കാകെ തേഞ്ഞു പോയി. കാരണം ഇന്നലെ അട്ടിമറിയിൽ ഒരുപാട് പേര് പിടിക്കപ്പെട്ടു. അപ്പം ഇത്രയൊക്കെ ചെയ്തത് വെറുതെ ആയിപ്പോയല്ലേ? അതായത് ഒരു സിനിമയിൽ ലാല് പറയുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് സെൻട്രൽ ഗവൺമെൻറ്. ഈ എലിയെ പേടിച്ച് ഇല്ലം ചുട്ട് അവസാനം എലി രക്ഷപ്പെട്ടു, വീട് കത്തിപ്പോയി. അതാണ് ശരിക്കും ഇന്നലത്തെ ആ നീറ്റ് എക്സാമിൽ സംഭവിച്ചത്. അതായത് എല്ലാ പഴുതടച്ച സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ ടെക്നിക്കാലിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ ഹാളിൻ്റെ അറേഞ്ച്മെൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പ്രവേശനമാവട്ടെ, ഇതിലെല്ലാത്തിലും കർശന നിർദ്ദേശവും അല്ലെങ്കിൽ നിബന്ധനകളും പാലിച്ച ആ ഒരു ഏജൻസി, ആ ഏജൻസി നടത്തിയ എക്സാമിലും ഇന്നലെ നടത്തിയ എക്സാമിലും ചോർച്ചയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോർച്ചാ സംഘത്തെ പിടികൂടിയിട്ടുണ്ട്. ഏകദേശം 22 കുട്ടികൾ എക്സാം എഴുതിയെന്ന് ഇന്നലെ. പക്ഷേ ചിലയിടങ്ങളിൽ 1 മിനിറ്റ് വൈകിയതിന് കുട്ടികളെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കിയ കാഴ്ച നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ഈ ഒരു നീറ്റ് എക്സാം സുഗമമായി നടത്തുന്നതിന് ഈ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ ചെന്ന് ടെലിഗ്രാം എന്ന ആപ്പിന്, സോഷ്യൽ ആപ്പിന് ബാനും വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഈ ഒരു എക്സാം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഒരു ഹാക്കർ ഓൺലൈനിൽ വന്ന് ഈ ഒരു നീറ്റ് എക്സാം പോകുന്ന ഒരു കുട്ടിക്ക് ഓൺലൈനിൽ വന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്, 30,000 രൂപ വന്നാൽ ഇത് ഞാൻ നിനക്ക് തരാം. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഈ ആപ്പ് ബാൻ ചെയ്താലും ഇല്ലെങ്കിലും കാര്യമില്ല എന്നല്ലാതെ മനസ്സിലായത്. ഹാക്കർമാർക്ക് ഇതുപോലൊരു ആപ്പ് ക്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ബോട്ട് ഉപയോഗിച്ച് ആ ഒരു ബാന് ക്രാക്ക് ചെയ്യാൻ അറിയാത്ത ഹാക്കർമാരൊന്നും അല്ലല്ലോ. EVM തട്ടിപ്പുണ്ടാക്കി അധികാരത്തിലെത്തിയവന്മാരാണ് പറയുന്നത് ടെലിഗ്രാം നിരോധിച്ചാൽ നീറ്റ് എക്സാമിൻ്റെ ആ ഒരു ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പറ്റുമെന്ന്. എന്തൊരു വിരോധാഭാസം നോക്കണേ. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആൾമാറാട്ടം നടത്തി കുറച്ച് പേര് ബീഹാറിൽ കണ്ട് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. പാട്നയിലായിരുന്നു. അതായത് ഒരു പ്രശ്നമില്ല, അവർക്ക് എന്ത് കൊണ്ടുവന്നാലും ഇപ്പം NTA പോലുള്ള വലിയ ഏജൻസികൾ വന്ന് പരീക്ഷ നടത്തിയാലും കുഴപ്പമില്ല. എങ്ങനെ തട്ടിപ്പ് നടത്തണമെന്ന് അവർക്കറിയാം. അല്ല, അത് മറ്റൊരു കാര്യം. അതല്ല, ഈ ഒരു NDAയിലെ, അതായത് സുരക്ഷാ ഏജൻസിയിലെ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ നടത്തിപ്പ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ കൂട്ട് നിന്നാണ് ഈ ബോഡി ഡബിളിങ്, അതായത് പരീക്ഷ എഴുതേണ്ട യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം മറ്റൊരാൾക്കാരെ അകത്ത് കയറിയത്. അതായത് ഇവർക്കെല്ലാം കൂടി ഏകദേശം ടോട്ടൽ 40 ലക്ഷത്തോളം രൂപ ഇവർക്ക് അച്ചാരം, അതായത് കൈക്കൂലി പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 40 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇവരെ ഇതുപോലെ ഈ ബോഡി ഡബിളിങ് നടത്തി ആ ഒരു എക്സാമിൻ്റെ ക്രമക്കേട് നടത്തിയത്. അതുമാത്രമല്ല, ഇന്നലെ ആ ഒരു അന്വേഷണ ഏജൻസി നടത്തിയ ഒരു പരിശോധനയിൽ, റെയ്ഡിൽ 24 പേരെയാണ്, ഈ ഒരു മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 24 പേരെയാണ് പിടികൂടിയത്. അപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അധികാരത്തിലിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജനങ്ങളുടെയും അല്ലെങ്കിൽ യുവാക്കളുടെയും അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെയും ചോദ്യം. അത്രയ്ക്കും കർശനമായി നടത്തിയ എല്ലാ പഴുതടച്ച് നടത്തിയ എക്സാം, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നത് ഹെലികോപ്റ്റർ വഴി കൂടിയാണ്. അങ്ങനെ നടത്തിയ ഈ എക്സാമിൽ ഇതുപോലെ ഒരു ചെറിയ പഴുതിലൂടെ അടിച്ച് കയറുന്ന തുരപ്പന്മാരെ പോലെ ചോർച്ചാ സംഘം അകത്ത് കയറി ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു എന്താ പറയുക സുതാര്യത അതില്ലാതെയാക്കി. ഇന്ത്യയിൽ ഒരു മത്സര പരീക്ഷ സുഗമമായി നടത്താൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിച്ച അവസ്ഥ, അതിൽ എന്തായാലും ഈ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും കഴിവില്ലായ്മയാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ പണം ഉള്ളത് കൊണ്ടാണ്, പണം വെച്ചാണ് ഇപ്പൊ ഇത്രയും അഴിമതിയും അതുമൊക്കെ നടക്കുന്നത്. ഇതില്ലാതെ, ഇതിനു വേണ്ടി രാപകലില്ലാതെ ഉറക്കം ഉളച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിലൂടെ കഷ്ടം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അവരുടെ ഭാവി എന്തു ആവും എന്ന് ചിന്തിക്കുന്നില്ല. പണം ഉള്ളവർക്ക് എന്തു ആവാം എന്നുള്ളൊരു കാര്യമായി നമ്മുടെ ഇന്ത്യയിൽ. അത് മാത്രമല്ല, 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലം ഈ രാവും പകലും മാറി മാറിയിരുന്ന് പഠിച്ച് ഈ എക്സാം ഹോളിലേക്ക് എത്തി എക്സാം എഴുതിയതിന് ശേഷം
പുറത്തിറങ്ങി 2 ദിവസത്തിന് ശേഷം അറിയുകയാണ് ഈ ഒരു പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ആ ഒരു പരീക്ഷ റദ്ദാക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു കേൾക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ ആ പരീക്ഷ അത്ര കാലം കഷ്ടപ്പെട്ട് എഴുതിയ ആ കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. അതായത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും കത്തെഴുതി, അച്ഛനും അമ്മയ്ക്കും എൻ്റെ അധ്വാനം മുഴുവൻ ഇല്ലാതായി, അതായത് രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എൻ്റെ ആ അധ്വാനത്തിന് വിലയില്ലാതായി, ഈ ഒരു എക്സാം ഇനി ഒന്നുകൂടി നടത്തുന്നത് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, അത്ര പ്രഷറുണ്ട്, അത്ര മാനസിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഇത്രയേറെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത്. അതുമാത്രമല്ല, പരീക്ഷാ ഹാളിൽ കയറാൻ 1 മിനിറ്റ് വൈകി പുറത്താക്കുന്ന, ഇവരെ കാണിക്കുന്ന, കുട്ടികളെ പുറത്താക്കുന്ന ഈ ഏജൻസി കാണിക്കുന്ന ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സിൻസിയറിറ്റി ഉണ്ടല്ലോ, ഇത് ഈ ഒരു പരീക്ഷാ ക്രമക്കേട് അല്ലെങ്കിൽ ഈ ഒരു കോപ്പിയടി അല്ലെങ്കിൽ ചോർച്ച തടയാൻ വേണ്ടി കാണിച്ചിരുന്നെങ്കിൽ ഇന്നലെ ഇതുപോലെ ഒരു വലിയൊരു സീൻ നമ്മുടെ രാജ്യത്ത് കാണേണ്ടി വരില്ലായിരുന്നു. ഇതിനെതിരെ ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ളവർ വന്ന CJP ഇതിനു വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിലും ഒന്ന് പറയാം. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുമൊക്കെ ആയിരുന്നു വന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് മറയ്ക്കാനായിരിക്കും ടെലിഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്പ് കളയാനായിട്ട് അവർ ശ്രമിച്ചതുമൊക്കെ. എന്നാലും തൻ്റെ മന്ത്രിമാരെ സംരക്ഷിച്ച് നിർത്തും, ഇതിനെതിരെ വേറൊന്നും ചെയ്യത്തില്ല, വേണേ ഒരു ആപ്പ് ബാൻ ചെയ്യാം, അങ്ങൊരു നിലപാടായി പോയി സെൻട്രൽ ഗവൺമെന്റിന്റെ. അത് മാത്രമല്ല, ഈ വിദേശ രാജ്യങ്ങളിലെ അധികാരികളോടൊപ്പം സെൽഫി എടുക്കാനും അവരുമായിട്ട് ഡിന്നർ കഴിക്കാനും മാത്രമേ നമ്മുടെ രാജ്യത്തെ, അല്ലെങ്കിൽ ആ ഒരു ഫുഡെല്ലാം കഴിച്ച പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുള്ളൂ. ഇതുപോലെ സാധാരണ വിദ്യാർത്ഥികൾക്കുള്ള അല്ലെങ്കിൽ അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി സംസാരിക്കാൻ രാജ്യത്തൊരു പ്രധാനമന്ത്രി ഇല്ല. ആ ഒരു പ്രധാനമന്ത്രി, ഇപ്പം ഈ രാജ്യത്തുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇതുപോലുള്ള കള്ളന്മാർക്ക് വേണ്ടിയാണ്, ഇതുപോലുള്ള കള്ളന്മാർക്ക് വേണ്ടിയാണ്, ചോർച്ചാ സംഘത്തിന് വേണ്ടിയാണ്, അവർക്കൊക്കെ പിന്തുണ കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെയും സേവനം മതി എന്ന് പറയുന്ന ഒരു കൂട്ടം യുവജന സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കൾ അടങ്ങിയ സംഘടന ഇന്ന് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്, കോക്രോച്ച് ജനതാ പാർട്ടി. അവരിപ്പോൾ മാരത്തോണായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരത്തെ അടിച്ചമർത്താനും ഇതുപോലെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ്, ഈ ജന്തർ മന്ദറിൽ ധർണ നടക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ. അപ്പോൾ ആ ഒരു കുട്ടികളുടെ ഇടയ്ക്ക് ഒരു കാവിഷാളും ഒരു കുറിയൊക്കെ ഇട്ട് ഒരു വിദ്യാർത്ഥിയെ പോലെ അവിടെ ഒരാൾ വന്നു. അവിടെ ഉന്തും തള്ളും ഉണ്ടാക്കി പതുക്കെ ഒരു പ്രശ്നം, അതായത് ഒരു ഇൻഫിൽട്രേഷനിലൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. ഇയാളെ വിദ്യാർത്ഥികൾ വളഞ്ഞു. അയാളോട് ചോദിക്കുകയാണ്, താങ്കൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? അയാൾക്ക് അവിടെ ഉത്തരമില്ലായിരുന്നു. കൂടാതെ അയാൾ പിന്നാലെ ജയ് ശ്രീറാം വിളിച്ച് ആ ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതുപോലുള്ള RSS പോലുള്ള സംഘടനയ്ക്ക് ബി ജെ പിക്ക് ഏറെ പിന്തുണയുണ്ട്. അപ്പോൾ ആ ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകുന്ന RSS എന്നുള്ള വർഗീയ പാർട്ടി ഈ ഒരു സാധാരണ വിദ്യാർത്ഥികളുടെ ആ ഒരു ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിലൂടെ ഈ പ്രധാനമന്ത്രി അവർക്കൊപ്പമാണ് എന്ന് പരസ്യമായി തന്നെ തെളിയിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ നടക്കുന്ന നോർത്തിലാണെന്നുള്ള കാര്യമാണ്. ഇപ്പൊ ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും ചോർച്ചയിലാണെങ്കിലും ആൾമാറാട്ടത്തിലാണെങ്കിലും ബീഹാർ പോലെ നോർത്തിലോട്ടാണ് ഇതിന്റെ വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നാലും ഏറ്റവും കൂടുതൽ റിസൾട്ടിൽ വരുന്നത്, അതായത് അവർക്കായിരിക്കും റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ വരുന്നതും നോർത്തിൽ നിന്നാണ്. അപ്പൊ അവിടെ ഭരിക്കുന്നത് ആരാണ്, അവിടെ നടക്കുന്നത്, അപ്പൊ ഏത് പാർട്ടിയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് അത്. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP എന്ന പാർട്ടിയാണ്. ഈ BJP എന്ന പാർട്ടിയുടെ സപ്പോർട്ട് ഈ ചോർച്ചാ സംഘത്തിനില്ലാതെ ഇതുപോലെ വലിയൊരു അഴിമതി ഉണ്ടാവാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ഇപ്പോൾ നീറ്റ് മാത്രമല്ല, കീമായാലും അല്ലെങ്കിൽ UPSC പോലുള്ള മത്സര പരീക്ഷകളിലും ഇതുപോലെ ഒരു ചോർച്ചാ സംഘത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇതിനും അതുമാത്രമല്ല, റെയിൽവേ എക്സാം ആയാലും അല്ലാതെ SSC ആയാലും അതുപോലെ ഏത് മത്സര പരീക്ഷയാവട്ടെ, ഒരു സർക്കാരിൻ്റെ ഉന്നത പദവിയിലേക്കുള്ള മത്സര പരീക്ഷയിലായാലും ഇതുപോലൊരു ചോർച്ചാ സംഘത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റാങ്ക് അവിടെ നിന്ന് വരുന്നത്. ഇപ്പോൾ ഇനി ഓരോ റാങ്ക് വരുമ്പോഴും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. അതായത് ഇത്രയും വലിയ, അതായത് ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ
പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഈ ചോർച്ചാ സംഘവും BJP എന്ന പാർട്ടി.